ഹലോ, ഒന്ന് ശ്രദ്ധിക്കുക. മഴയാണ്, തണുപ്പാണ്, പാമ്പുകൾ നന്നായിട്ട് വിരിഞ്ഞിറങ്ങുന്നൊരു സമയമാണ്. കാരണം ഈ മെയ് ലാസ്റ്റ് അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ ആയിട്ട് പാമ്പുകളുടെ പ്രജനന കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. കണ്ടോ, നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഹെൽമെറ്റിൽ, അതേപോലെ തന്നെ ഫാനിലടക്കം പാമ്പ് എത്തിയിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റിൽ എല്ലായിടത്തും പാമ്പ് നന്നായിട്ട് എത്തുന്നൊരു സമയമാണ് ഈ ഒരു മഴ, തണുപ്പിൻ്റെ സമയം. നന്നായിട്ട് സൂക്ഷിക്കുക. മുമ്പൊക്കെ പറയും മിനുസമുള്ള സ്ഥലങ്ങളിലൊന്നും പാമ്പ് കയറില്ല, അവിടേക്കൊന്നും പാമ്പ് എത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോഴത്തെ പാമ്പ് നമ്മുടെ കാലം പോലെ തന്നെ പിന്നെ കലികാലം പോലെ തന്നെ എല്ലായിടത്തും എത്തും. നന്നായിട്ട് സൂക്ഷിക്കുക. ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഷൂ ഒക്കെ പുറത്ത് അഴിച്ചിടുന്ന സമയത്ത് പിന്നീട് കാലത്ത് അതേപോലെ ഇട്ട് പുറത്തേക്ക് ഓടുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹെൽമെറ്റ് ബൈക്കിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കും. ആ സമയത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുക. കാരണം ഇപ്പം ഈ സമയത്താണ് മുട്ടൊക്കെ വിരിഞ്ഞിറങ്ങുന്നത്. ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് മൂർഖനിലൊക്കെ 28 കുട്ടികൾ മുതൽ 40 കുട്ടികൾ വരെ മൂർഖൻ പാമ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരൊറ്റ പ്രസവത്തിലൊക്കെ 45 മുതൽ 60 വരെ കുട്ടികളൊക്കെ അടലിയിലും മറ്റൊക്കെ ആയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാടുകളിലൊക്കെ രാജവമ്പാലൊക്കെ വിരിച്ചിറങ്ങുന്ന സമയമാണ്. നന്നായിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെ വിരിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ ഈ കുട്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കാൻ തുടങ്ങും. അങ്ങനെ പരക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടികളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ വിറകെടുത്ത് വെച്ച സ്ഥലങ്ങളിലുണ്ടായിരിക്കും, ഷൂവിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. പിന്നെ എവിടൊക്കെയാണോ പിന്നെ വേസ്റ്റുകൾ അതിലൊക്കെ ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, പാമ്പും ഉണ്ടായിരിക്കും. അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം പാമ്പിന് അറിയില്ലല്ലോ ഇത് നമ്മുടെ വീടാന്നുള്ളത്. ഷൂ ഒക്കെ ലൈറ്റായിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അഴിച്ചിട്ട് അങ്ങോട്ട് പുറത്തിടും. അങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞിട്ട് അതേപോലെ നേരം വൈകിട്ട് ഓടിയിട്ട് എന്ത് ചെയ്യും, കാലത്ത് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഷൂ ഇട്ടിട്ട് അങ്ങോട്ട് ഓടലാണ് പതിവ് പല ആളുകൾക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ കളി കഴിഞ്ഞ് വന്നിട്ട് ബൂട്ട്സൊക്കെ പുറത്ത് അഴിച്ച് വെക്കാറുണ്ട്. അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഹെൽമെറ്റ് ആ വക സ്ഥലങ്ങളിലെല്ലാം പാമ്പുകൾ വരും. അതുപോലെ തന്നെ പാമ്പുകൾ നന്നായിട്ട് വിരിഞ്ഞിറങ്ങുന്ന സമയമാണ്. ഈ മാസങ്ങളിലൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് സൂക്ഷിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നോക്ക്, നമ്മുടെ ഫാനിൻ്റെ മുകളിലടക്കം പാമ്പ് എത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നിടുന്നു, ജനാലുകളൊക്കെ തുറന്നിടുന്നു, പിന്നെ പല രീതിയിൽ പല വസ്തുക്കൾ വീട്ടിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്തൊക്കെ പാമ്പുകളുണ്ടോ എന്ന് സൂക്ഷിക്കുക. കാരണം ഈ സമയം അങ്ങനെ ആയതിൻ്റെ പേരിലാണ്. ഇനി പെട്ടെന്ന് ഒരാൾ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ആകെ ടെൻഷനാക്കി ഒച്ചും വിളിയും കൂട്ടി ബേജാറാക്കിയിട്ടൊന്നും ആകെ അസ്വസ്ഥതയിലേക്ക് പോവരുത്. ഭയമാണ് പലപ്പോഴും വലിയ മാരകമായിട്ടുള്ള അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ മരണങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഭയപ്പെടുത്താതെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അയാളെ തറയിൽ ഇരുത്തുക അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുത്തുക. കൂടുതൽ നടത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വേഗം ഓട്, ഹോസ്പിറ്റലിലേക്ക് വായോ എന്ന് പറഞ്ഞ് ഓടിക്കുകയൊന്നും ചെയ്യരുത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, കഴിവിൻ്റെ പരമാവധി നടത്താതിരിക്കുക, എടുത്തിട്ടോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. പിന്നെ ചില ആളുകളൊക്കെ മുറിവാക്കിയിട്ടൊക്കെ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ മുറിവാക്കി വലിച്ചെടുക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ആ കടിച്ചതിൻ്റെ മുകളിൽ വല്ല തുണി കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കെട്ട് കെട്ടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് കഴിവുള്ള ആളുകൾ ആരാണോ അവരിലേക്ക് എത്തിക്കുക. അതല്ലാതെ അതിൻ്റെ പേരിൽ ആകെ ഭയപ്പെടുത്തി ഒച്ചമുളിയും കൂട്ടി ആകെ അസ്വസ്ഥമാക്കരുത്. നല്ല മാരകമായിട്ടുള്ള വിഷങ്ങളുള്ള പാമ്പുകളൊക്കെ വിരിഞ്ഞിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗത്തുനിന്നുള്ള സൂക്ഷ്മത നമ്മൾ കാണിക്കുക. അതേത് രീതിയിൽ എന്ത് വസ്തുക്കൾ പുറത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ ഷൂ അതിലൊക്കെ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. ബൈക്കിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ കാറിൻ്റെ ഇഞ്ചൻ ഭാഗങ്ങളിലൊക്കെ എവിടെയൊക്കെ തണുപ്പുണ്ടോ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ കയറിയിരിക്കും. ഇത് നമ്മുടെ വീടാണ്, നമ്മുടെ ഷൂ ആണ്, നമ്മുടെ ഹെൽമെറ്റ് ആണെന്നൊന്നും പാമ്പുകൾക്കറിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ സൂക്ഷിക്കാതെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോഴാണ് വലിയ അപകടങ്ങൾ വരുന്നത്. പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് മക്കളുടെ പിന്നെ ഷൂ കാര്യങ്ങൾ, ചെരുപ്പുകളൊക്കെ പുറത്തഴിച്ച് വെക്കും. പല ആളുകളും ഒരു ഉയരത്തിലേക്ക് കയറ്റി വെക്കും നായി കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നായേക്കാൾ പ്രശ്നമാണ് പാമ്പുകൾ വന്നതിൻ്റെ മുകളിലേക്ക് കയറും.
ഞാൻ പറഞ്ഞല്ലോ മുന്നൊക്കെ മിനുസമുള്ള സ്ഥലങ്ങളിൽ പാമ്പ് കയറില്ല എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ് പാമ്പുണ്ടായിരുന്നത്. ഒരു മൂർഖൻ്റെ കുട്ടി അങ്ങനെ എന്തോട്ടായിരുന്നു അത്. പിന്നെ വീടിൻ്റെ തറയുടെ അടിഭാഗത്തുനിന്നോ എങ്ങനെയോ വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഡോറിൻ്റെ സൈഡിൽ ചെറിയൊരു കുഴി കണ്ടിരുന്നു, അതടച്ചു. അതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം എന്താണെങ്കിലും നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. ഈ രീതിയിലുള്ള വലിയ മൂർഖൻ പാമ്പുകളൊക്കെ ഇങ്ങനെ പത്തി വിടർത്തി ഇരിക്കുന്നത് ഒരു പക്ഷെ നമ്മൾ കണ്ടില്ലെന്ന് വന്നേക്കാം. അത് ബാത്റൂമിൽ പുറത്തൊക്കെയുള്ള ടോയ്ലറ്റുകൾ ഉണ്ടല്ലോ, പുറത്തൊക്കെ ഡോറ് തുറന്നിടും പല ആളുകളും പുറത്തുള്ള ടോയ്ലറ്റിൻ്റെ. അപ്പം അതിലൊക്കെ നമ്മളെക്കാൾ മുന്നേ ആര് വരും? പാമ്പ് വരും. അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിപ്പിക്കാനല്ല, അവർ ടോയ്ലറ്റിൻ്റെ സൈഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് അറിയാതെ അതിലേക്ക് വീഴും. അതുപോലെ തിരക്ക് പിടിച്ച യാത്രയിൽ നമ്മൾ ഈ ഷൂ അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ അശ്രദ്ധ കൊണ്ട് അവരുടെ പാർപ്പിടങ്ങളാക്കും. നമ്മൾ അറിയാതെ പോയിട്ട് അവരെ ചവിട്ടും. അങ്ങനെ അവരെ ഉപദ്രവിക്കുമ്പോൾ തിരിച്ചെന്ത് ചെയ്യും? നമ്മളെ അവർ ഉപദ്രവിക്കും. അവർക്ക് അറിയില്ല ഇത് നമ്മുടെ ഷൂ ആണെന്നുള്ളതോ അതല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാണോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ അശ്രദ്ധകളാണ് വലിയ വലിയ അപകടങ്ങളിലേക്കും. ശ്രദ്ധ മരിക്കുമ്പോൾ മരണം ജനിക്കുന്നു എന്നാണ് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.